പലരും ഈ മാന്ത്രികത്തില് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല സ്ത്രീകളിനെ ഈ മൈഥുനം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ പോയ ഒരു മാന്ത്രികൻ അവിടുത്തെ സ്ത്രീകളെ ഇങ്ങനെ ചെയ്തതായിട്ട് പലരും എന്നെ അവിടെ ടാരോ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതില് ഇതിനും കൂടി വല്ലാതെ വേദനിപ്പിച്ചത് ഒരു പെൺകുട്ടി സിംഗപ്പൂരാണ്. അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ, യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടിട്ട് ആ പെൺകുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട്, ആ കുട്ടി ക്രിസ്ത്യനാണ്, ആ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഇവരോട് സംസാരിച്ചപ്പോ ഇവര് ആ കുട്ടിയെ കൊണ്ട് സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഇവർക്കും ഇവരുടെ കൂടെയുള്ള പൂജാരിക്കും, അതായത് മാന്ത്രികനും ഉള്ള സകല ചെലവുകൾ ഏകദേശം 2 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടിക്ക് അതിന് മാത്രം ചെലവായത്. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ ചെന്നതിന് ശേഷം ഈ കുട്ടിയുടെ ദോഷം മാറ്റാനല്ല അവർ ശ്രമിച്ചത് സിംഗപ്പൂർ നടന്നു കാണലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവർ പൂജയും പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയോട് നഗ്നയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവൾ വിസമ്മതിച്ചപ്പോൾ ദോഷങ്ങളൊന്നും മാറില്ല എന്ന് പറഞ്ഞിട്ട് നഗ്നയായി ഇരുത്തിയതിനു ശേഷം പക്ഷെ ഇവള് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാൽ, ശാരീരികമായിട്ട് എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞ ഒരു ഭീഷണി കാരണം കൊണ്ട് ഉപദ്രവിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഇന്ന് ഇല്ല എന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടുമില്ല പെൺകുട്ടി. പക്ഷെ അവർ ഭാഗികമായിട്ടും വലിയ യൂട്യൂബറാണ്, ഇപ്പോഴും അവർ യൂട്യൂബിലൊക്കെ ഉണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പഞ്ചമാകാരം അല്ലെങ്കിൽ മകാര പഞ്ചകം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയം മാന്ത്രികത്തിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഗംഗാമ്മ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പെൺമക്കളെ പരിപൂർണമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ കുറെ വീഡിയോ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടികളുടെ, അതായത് 10 മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിഹാരങ്ങളാണ് ഞാൻ ചെയ്യാൻ പോവുള്ളൂ എന്ന്. കാരണം ഇതാണ്, ഒരു പുരുഷന്റെ കയ്യിൽ ആ കുട്ടിയെ അവർക്ക് ഏൽപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരുപാട് അമ്മമാരെന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അബോധാവസ്ഥയിൽ ഞാൻ ആ പരിഹാരം ചെയ്യുമ്പോൾ ആ കുട്ടി കിടക്കണ അബോധാവസ്ഥയിൽ, അതേ അബോധാവസ്ഥയിലേക്ക് പരിഹാരം ചെയ്തതിനു ശേഷം ഞാനും പോകും. ആ പോണ സമയത്ത് ആ കുട്ടിയുടെ പൂർണ്ണ ദുരിതങ്ങൾ എൻ്റെ ബോഡിയിലേക്ക് ഞാൻ മാറ്റിയതിനു ശേഷമാണ് അവളെ റിലാക്സ് ആക്കുക. ഞാൻ അവളെ തലയിൽ കൈവയ്ക്കുന്നതോട് കൂടിയിട്ട് ആ കുട്ടിയും അബോധത്തിലേക്ക് പോകും. ആ സമയത്ത് ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് അതിന് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഗംഗാമ്മയെ സമീപിച്ച് വന്നിരുന്നതിന്റെ മെയിൻ കാരണം അതാണ്. തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമുണ്ട്, അതാണ് മകാര പഞ്ചകം. പലരും പല രീതിയിൽ അതിനെ വിശദീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാറുണ്ട്, പലരും ഉൾക്കൊള്ളാറുണ്ട്. പക്ഷെ ഈ മകാര പഞ്ചകം എന്നാൽ എന്താണ് എന്ന് നമുക്കിന്ന് നോക്കിയാലോ. നമസ്തേ, ഗംഗാമ്മയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഒന്ന് ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് പഞ്ചമാകാരം അല്ലെങ്കിൽ മകാര പഞ്ചകം എന്ന് നോക്കാം. അപ്പോ ഈ മകാര പഞ്ചകം അല്ലെങ്കിൽ പഞ്ചമാകാരം എന്ന് പറയുന്നത് മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനാണ്. ഇത് ഇങ്ങനെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ദ്രാവിഡ കുലത്തിലൊക്കെ ഇത് കൃത്യമായിട്ട് അവർ മത്സ്യം കഴിക്കുകയും മദ്യം കഴിക്കുകയും അതുപോലെ തന്നെ മൈഥുനത്തോടു കൂടിയിട്ടൊക്കെ തന്നെയാണ് പഞ്ചമാകാര പൂജ എന്ന് പറയുന്നത്. തന്ത്ര ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന്റെ ചില കാര്യങ്ങൾ, എന്താണ് മദ്യം, അതായത് സ്ഥൂല അർത്ഥത്തിൽ മദ്യം എന്നാൽ ഒരു യോഗിയുടെ ദൃഷ്ടിയിൽ മദ്യക്കുപ്പിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ഞാൻ പറയണത് തന്ത്ര ആണ് കേട്ടോ, മന്ത്ര അല്ല. ഇത് രണ്ടാണ്, വേർതിരിച്ച് നിർത്തണം. അപ്പൊ മാന്ത്രികരമായിട്ട് പഞ്ചമാകാര പൂജയിൽ ചെയ്യണ കാര്യമല്ല പറയണത്. താന്ത്രികമായിട്ട് നമ്മൾ ധ്യാനം, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഈ പഞ്ചമാകാരം എന്നാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ മദ്യം എന്നുള്ളതൊരു കുപ്പി മദ്യമല്ല എന്നുള്ളതാണ്. കാരണം അവിടെ സഹസ്രാരത്തിന്റെ ഉണർവില് അമൃതധാരേനെ നമുക്ക് മദ്യമായിട്ട് ഞാൻ എന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് പറയണത്. പഞ്ചമകാര പൂജകള് ദ്രാവിഡ സംസ്കാരത്തിൽ ചെയ്തിരുന്നതല്ല ഞാൻ പറയണത്. ഒരു ധ്യാന മാർഗിക്ക് അല്ലെങ്കിൽ ഒരു സാധകന്, ഒരു മെഡിറ്റേഷൻ സ്റ്റുഡന്റിന്, ആത്മീയ അന്വേഷിക്കൊക്കെ എന്താണ് പഞ്ചമകാരം, എങ്ങനെയാണത് വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മദ്യം എന്നുള്ളത് സ്ഥൂല അർത്ഥത്തിൽ മദ്യക്കുപ്പിയല്ല എന്ന് മനസ്സിലാക്കുക. സഹസ്രാരത്തിലെ അല്ലെങ്കിൽ ആ ബ്രഹ്മാനന്ദ ലഹരിയാണ്, സഹസ്രാരത്തിലെ അമൃതധാരയാണെന്ന് മനസ്സിലാക്കുക. ദൈവാനുഭവത്തിന്റെ പരമാനന്ദം, അതാണ് യഥാർത്ഥ മദ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് മാംസം. ഇത് മൃഗമാംസം മാത്രമല്ല കേട്ടോ പറയണത്. ചില ഗുരുപരമ്പരകൾ പറയുന്നുണ്ടത് മാം സഹ, എന്നാൽ എൻ്റെ നാവ് നിയന്ത്രണത്തിലാവട്ടെ എന്നാണ്. അല്ലാതെ നമ്മൾ കഴിക്കണ ഗോമാംസം കഴിച്ചു അല്ലെങ്കിൽ മറ്റ് ബീഫ്, ചിക്കൻ അല്ലെങ്കിൽ അതോ ഒന്നല്ല നമ്മൾ പറയണത്. ഇവിടെ മാം സഹ എന്ന് പറയണത് നമ്മുടെ നാവ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അതായത് വാക്കിനെ നിയന്ത്രിക്കണം,
വാക്കിനെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയങ്ങളെ അടക്കുക അല്ലെങ്കിൽ ആത്മനിയന്ത്രണം നേടുക എന്നാണ് മാംസത്തിന്റെ ആന്തരികാർത്ഥം എന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് മൂന്നാമത്തത് മത്സ്യമാണ്. ഇവിടെ രണ്ട് മത്സ്യങ്ങൾ വെള്ളത്തിൽ നീന്തുന്നത് പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ഇടയുണ്ട്, പിങ്കളയുണ്ട്. ഇത് രണ്ട് പ്രധാന നാഡികളിൽ കൂടെയാണ് നമുക്ക് പ്രാണശക്തി സഞ്ചരിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാണപ്രവാഹത്തെ സന്തുലമാക്കി സുഷ്മന നാഡി സജീവമാകുമ്പോൾ മാത്രമാണ് ഒരു സാധകന് ആത്മീയ യാത്രയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതാണ് മത്സ്യം എന്ന്. കാരണം മത്സ്യം എന്നുള്ളത് ഇടാ പിങ്കള നാഡി എന്ന് മനസ്സിലാക്കണം. അത് എവിടേക്ക് പോകണം? ആ പ്രാണോർജം സുഷ്മനയിലേക്ക് കയറണം. അപ്പൊ രണ്ട് മത്സ്യങ്ങളായിട്ട് നമുക്ക് എന്തിനെ മനസ്സിലാക്കാം? ഈ മത്സ്യം എന്നുള്ളത് വിവക്ഷ ഇതായിരുന്നു നമ്മൾക്ക് യോഗയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മദ്യം, അതായത് പഞ്ചമാകാരം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നാലാമത്തെ മുദ്ര. മുദ്ര എന്നുള്ളത് കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ മാത്രമല്ല. യോഗത്തിൽ പല മുദ്രകളും പ്രാണശക്തിയെ ഉണർത്തുകയും മനസ്സിനെ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ധ്യാനത്തെ ആഴപ്പെടുത്തുകയും അതിന് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ ചില ആൾക്കാർ ജ്ഞാനമുദ്ര എന്താണ് അല്ലെങ്കിൽ ചിന്മയ മുദ്ര എന്താണെന്ന് ചില ആൾക്കാർക്ക് അറിയില്ല. ഞാനത് മനസ്സിലാക്കിയത് വലിയൊരു പഠിപ്പ്, വലിയ എന്താ പറയുക, സൈക്കോളജിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഡിറ്റേഷൻ ഒക്കെ എടുക്കണ ഒരു സ്ത്രീ ഇവിടെ ഒരാൾക്ക് ക്ലാസ് കൊടുക്കണത് ഞാൻ കേട്ടപ്പോൾ അവർ ജ്ഞാനമുദ്ര ചിന്മയ മുദ്രയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയണത് നമ്മളുടെ മുദ്ര എന്നുള്ളത് നമ്മളുടെ ഇപ്പൊ താന്ത്രികത്തിൽ മുദ്ര എന്ന് പറയുമ്പോൾ നൈവേദ്യമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ നമ്മളിവിടെ മുദ്രയിൽ ഇരിക്കുക എന്നുള്ളത് ഏകാഗ്രതയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ധ്യാന കേന്ദ്രത്തിലേക്ക് ആഴത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഴപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മളിവിടെ മുദ്ര എന്ന് കാണേണ്ടത്. ഇനിയുള്ളത് മൈഥുനാണ്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മൈഥുനം. കാരണം സ്ഥൂലതലത്തിൽ ഇത് സ്ത്രീ പുരുഷ സംയോഗമായിട്ട് വേണമെങ്കിൽ സൂചിപ്പിക്കാം. പക്ഷേ നിരവധി യോഗ താന്ത്രിക വ്യാഖ്യാനങ്ങൾ മൈഥുനം എന്നത് ശിവശക്തിയാണ്. എവിടെയാണ് ശിവശക്തി? ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ശിവൻ ഇരിക്കുന്നത് കൈലാസത്തിലും ശക്തി ഇരിക്കുന്നത് മൂലാധാരത്തിൽ, കൊട്ടാരത്തിലുമാണെന്ന്. അവർ തമ്മിലുള്ള ഐക്യം പ്രാപിക്കുമ്പോഴാണ് അവിടെ മൈഥുനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്ത്രീ പുരുഷ സംഗമത്തിനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. സംഗമം ആരാണ്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംഗമത്തിനെയാണ് മൈഥുനായിട്ട് കണക്കാക്കുന്നത്. മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി അവിടെ ആ ഉണർവുണ്ടായതിനു ശേഷം സഹസ്രാരത്തിലെ പരമചൈതന്യമായിട്ട് ഏകീഭവിക്കുക. അതായത് അതാണ് നമ്മൾ ദ്വൈതമല്ല അദ്വൈതമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണ ഒരു ഭാവം വരെ അവിടെ എത്തുമ്പോഴാ മൂലാധാരത്തിലുള്ള ശക്തി സൂക്ഷ്മ ശക്തി ഉണർന്നിട്ട് സഹസ്രാരത്തിലേക്ക് കൈലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ മഹാദേവനും ശക്തിയും ഒന്നാണ്. അല്ലെങ്കിൽ ആ പരമചൈതന്യം ഇരിക്കുന്ന ബാണാലിംഗ സ്വരൂപത്തിലാണ് മഹാദേവൻ സഹസ്രാരത്തിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. അതിലേക്കുള്ള ലയനം സംഭവിക്കുമ്പോൾ അവിടെയാണ് ഏതുണ്ടാവുക? ഏകീഭാവം. ഞാൻ ഏകനാണ്, അല്ലെങ്കിൽ ഞാൻ ഏകനാണെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഏകനാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കണം. ഈ ഒരു ഒറ്റപ്പെടൽ നമുക്ക് വരും എവിടെ? നമ്മൾ സുഷുപ്തിയിൽ നിന്ന് തുര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകതാഭാവം വരും. അപ്പൊ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ വിട്ടുപോകും. കാരണം നമ്മുടെ ഊർജം മറ്റുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റില്ല. നമ്മുടെ ഓറ മറ്റുള്ള ആൾക്കാർക്ക് ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അത് അസ്വസ്ഥത അവർക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. അപ്പൊ ഇവിടെ നമ്മുടെ പഞ്ചമകാരം, അതായത് മകാര പഞ്ചകം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കി രീതിയിൽ ആചരിച്ചിട്ടുള്ള ചരിത്രപരമായ പല പരാമർശങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് പഞ്ചമകാര പൂജ നമ്മുടെ ഭോഗത്തിലേക്കുള്ള ക്ഷണമല്ല. നമ്മുടെ ഭോഗത്തിന്, അതായത് മുദ്ര മൈഥുനം അതുണ്ട്. മുദ്ര മൈഥുനം പഞ്ചമകാരൊക്കെ ഉണ്ട്. അത് എവിടെയാണ്? അത് മാന്ത്രികത്തിൽ ഒരു തലത്തിൽ ദ്രാവിഡ സംസ്കാരത്തില് ഇപ്പൊ ഈ മലബാരത്തിലൊക്കെ വേണമെങ്കിൽ അത് പറയാമുണ്ട്. അത് സത്യം തന്നെയാണ്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് പൂർവികര് ആചരിച്ചു വന്നിരുന്ന ഒരു ആചാരം തന്നെയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളൊരു ആത്മീയ വിദ്യാർത്ഥി എന്നുള്ളത് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മകാര പഞ്ചകം എന്നുള്ളത് നമ്മൾ യഥാർത്ഥ ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഇന്ദ്രിയാതീതമായിട്ടുള്ള ജീവനിൽ നിന്ന് ശിവത്വത്തിലേക്കുള്ള ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കണം. കാരണം അജ്ഞാനത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു ആത്മീയ യാത്രയുടെ പ്രതീകമാണ് എന്ത്? മകാര പഞ്ചകം എന്ന് മനസ്സിലാക്കണം. നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ ഇത്തരം അറിവുകളും ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.